വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഈ ഒരു കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ തലമുടി എത്ര വളരാത്ത തലമുടി നല്ല പനങ്കുല പോലെ വളരും കേട്ടോ. കാരണം അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അത് മാത്രമല്ല മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക് ട്രൈ ചെയ്യാം. ആഴ്ചയിൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ തലയിൽ തേച്ച് നോക്കിക്കോട്ടെ, മുടി വളരും, നല്ല ഉള്ളും നീളവും കിട്ടും കേട്ടോ. അത് മാത്രമല്ല നല്ല ഉറക്കവും കിട്ടും. കുട്ടികൾക്കൊക്കെ നിങ്ങൾ തേച്ച് കൊടുക്കുന്നെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ തേച്ച് കൊടുത്തോ. അത് മാത്രമല്ല നീർക്കെട്ട് വീഴാതിരിക്കാനായിട്ട് എങ്ങനെ തെച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം എടുക്കുക, അതിലേക്ക് ഒരു സ്പൂണോളം ഉലുവ ഇട്ട് വയ്ക്കുക കേട്ടോ. ഉലുവ നമുക്ക് തലയ്ക്ക് തണുപ്പും കിട്ടും, താരനും മാറാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറും കേട്ടോ. അപ്പോൾ ഒരു സ്പൂണോളം ഉലുവ ഇടാം. അതുപോലെ തന്നെ നമ്മൾ കറ്റാർവാഴ ഉണ്ടല്ലോ, കറ്റാർവാഴയുടെ ചെറിയൊരു കഷ്ണം മുറിച്ചും അതും ഇട്ട് വെച്ചിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം ഇന്നെടുക്കരുത്, നമ്മൾ നാളത്തേക്ക് എടുക്കുക. നാളത്തേക്കെന്ന് പറയുമ്പോൾ ആ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് കിടന്ന് ഉലുവയും കറ്റാർവാഴയും കിടന്ന് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നമുക്ക് തലയിൽ തേക്കുമ്പോൾ. അപ്പോൾ ഇത് കണ്ടു ഞാനിപ്പോൾ ഒരു പിറ്റേന്നത്തേക്ക് ആയപ്പം ഈ ഒരു കഞ്ഞിവെള്ളം ഒന്നും കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി ഇത് നമുക്ക് താളിയായിട്ട് തേക്കാം. അപ്പോൾ താളിയായിട്ട് എടുക്കുമ്പം ചെമ്പരത്തിപ്പൂവ് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിപ്പൂവ് നമുക്ക് ഒരുപാട് എടുക്കേണ്ട, ഒരു കുറച്ച് ചെമ്പരത്തിയുടെ ഇലകൾ എടുക്കുക. പൂവുണ്ടെങ്കിൽ പൂവ് എടുത്തോ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ചുരുണ്ട് കൂടി നിൽക്കുന്ന ചെറിയ ഇലകൾ അങ്ങനെയുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നോക്കാം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ കല്ലിലിട്ട് അരയ്ക്കാനോ ഒന്നും പോകും വേണ്ട, പെട്ടെന്ന് നമുക്ക് താളിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് ചെമ്പരത്തിയുടെ ഇല ഇട്ടിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന ഐറ്റംസ് ഇട്ടല്ലോ, നമ്മുടെ കറ്റാർവാഴയും ഉലുവയും അതും കൂടെ കൂടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടികൾക്ക് നീർക്കെട്ട് വീഴാതിരിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പനിക്കൂർക്കയുടെ ലീഫ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഇട്ടേക്കുന്നത് ചുമക്കൂർക്കയാണ്. അപ്പം ചുമക്കൂർക്ക ഉള്ളവർക്ക് ഇടാൻ ചുമക്കൂർക്ക ഇടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പനിക്കൂർക്കയുടെ ഇലയോ തുളസിയുടെ ഇലയോ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കുട്ടികൾക്ക് നീർക്കെട്ട് വീഴാതിരിക്കാനായിട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത് മുടി വളരാനായിട്ട് വളരെ നല്ലതാണ്. നമ്മൾ എണ്ണ കാച്ചിയൊക്കെ തലയിൽ തേക്കുന്ന ഒന്നും കൂടിയാണ് ചുവന്നുള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ തലമുടിക്ക് വളരാനൊക്കെ ആയിട്ടുള്ള അതിൻ്റെ നല്ലൊരു ഇത് കിട്ടുകയും ചെയ്യും. തലയിൽ താരനുള്ളവരുടെ താരനും മാറിപ്പൊക്കോളോട്ട് ചുവന്നുള്ളി ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ചുവന്നുള്ളി 2-3 ചുവന്നുള്ളി കഴുകി തൊലി കളഞ്ഞ് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല തിളക്കവും കിട്ടും, കറുപ്പും കിട്ടും കേട്ടോ. മുടിക്ക് നല്ലൊരു അഴക് കിട്ടും, നമുക്ക് തലമുടിക്ക് നല്ലൊരു മണവും കിട്ടും കറിവേപ്പില ഇടുവാണെങ്കിൽ. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കറിവേപ്പില ഇട്ടിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്കൊക്കെ നമുക്കറിയാം, നമ്മൾ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് പോകുമ്പോൾ തലയിൽ മുടിക്കായ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം മുടിക്കായ പോകാനായിട്ട് കറിവേപ്പില ഇട്ട് തല കഴുകുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചേർത്ത് കൊടുത്തോ. അതല്ലെങ്കിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതൊന്ന് കറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ അടിഞ്ഞ് കിട്ടും. അപ്പം നമുക്കത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക്, ഇച്ചിരി വലിയൊരു അരിപ്പയിലേക്കാണ് നമ്മൾ അരിച്ചെടുക്കുന്നതെങ്കിൽ ശരിക്കും ആ ഒരു ഇലയും ആ ഒരു തരിതരിപ്പൊക്കെ ഉണ്ട്, നമ്മൾ ഉലുവയുടേതായ അതൊക്കെ ഇട്ട് അടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് 2-3 ട്രിപ്പ് ഇട്ടിട്ട് അരിച്ചെടുക്കുക കേട്ടോ, ഇതുപോലെ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കുട്ടികളുടെ തലയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പം തേച്ച് നമ്മൾ തലയിൽ പിടിപ്പിക്കണമെന്നൊന്നുമില്ല, നമ്മൾ സാധാ എങ്ങനെയാണ് ഷാമ്പൂ ഇട്ട് തല കഴുകുന്നത് ആ ഒരു രീതിയിൽ തന്നെ തലയിലേക്ക് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് തല കഴുകി കൊടുക്കുകയാണെങ്കിൽ തലയിൽ അഴുക്കും പോവും, താരനും മാറാനായിട്ട് നല്ലതാണ്, മുടി കൊഴിച്ചിൽ മാറും, നല്ല ഉറക്കം കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമ്മമാർക്കും കുട്ടികൾക്കും വേണമെങ്കിൽ ബോയ്സിനൊക്കെ ട്രൈ ചെയ്യാം. നല്ല മുടി നല്ല രീതിയിൽ തന്നെ ഒരു തിളക്കത്തോടുകൂടി മുടി വളരാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ കെമിക്കൽ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ തല കഴുകുന്നതിലൊക്കെ ഒരുപാട് നല്ല ഒരു ബെനിഫിറ്റ്സും കിട്ടും. നമുക്ക് തലമുടിക്ക് നല്ലൊരു നീളവും ഉള്ളും മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഇതുപോലെ താളി ഉണ്ടാക്കിയിട്ട് നല്ല നാച്ചുറൽ ഷാമ്പൂ ഉണ്ടാക്കി തലയിൽ തേക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല റിസൾട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ റിലേറ്റഡ് ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സിലേക്കാണ് വന്ന് വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഇതുപോലെ കുഞ്ഞു ടിപ്സായിട്ട് പേജ് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ബൈ.